സംഘത്തിൻ്റെ പ്രതിയോഗികളാരുമില്ല. സംഘം എല്ലാവരും നമ്മുടെ സ്വന്തം സഹോദരൻ. ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർ ജി ആദ്യം മുതലേ പറഞ്ഞിരുന്നു, നമുക്ക് ശത്രുക്കളില്ല, ആരടി കുറുവടി മുളവടി എന്തും കാപാലികരെ നിങ്ങൾ ഞങ്ങളെ കണ്ടോളാം എന്നാണ് വേറൊരു മറുപടി. അല്ലല്ല, അവരുടെ ചോദ്യം അതായിരുന്നു. അതായിരുന്നു മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രത്യേക തരത്തിലുള്ള കണക്കോ നമ്മൾ ഇങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ എല്ലാവരും വരാറുണ്ട്, ശാഖയിൽ പങ്കെടുക്കാറുണ്ട്. സ്വയംസേവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നമുക്ക് ആ തരത്തിലുള്ള വിരോധമില്ല. സംഘപ്രവർത്തകരുടെ പ്രിയപ്പെട്ട സേതുവേട്ടൻ, പൊതുസമൂഹത്തിന്റെ RSS നേതാവ് എസ് സേതുമാധവൻ. 1941 പാലക്കാട് ജില്ലയിലെ മൂത്താന്തറയിൽ ജനനം. 17ാമത്തെ വയസ്സിൽ RSSന്റെ മുഴുവൻ സമയ പ്രചാരകൻ. RSS ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ സേതുവേട്ടനോട് പ്രായത്തെക്കുറിച്ച് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. സേതുവേട്ടൻ്റെ സംഘവയസ്സ് തന്നെ 68. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് എന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യം സേതുവേട്ടനോട് ചോദിക്കാം. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ നേടിയിട്ടുണ്ട് സേതുവേട്ടൻ ഈ ഒരു കാലയളവിൽ? സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ പങ്കാളിയാകാനും പ്രചാരകനായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതുകൊണ്ട് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ലാഭമല്ലാതെ നഷ്ടമുണ്ടായിട്ടില്ല. പലപ്പോഴും പറയാറുണ്ട് യൗവനം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ യൗവനം നമ്മുടെ നാടിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉന്നത ആദർശത്തിനുവേണ്ടി ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തി, അതോടൊപ്പം തന്നെ സംഘപ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജീവിതം, നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വന്ന ആളോട് ഇവിടുത്തെ വളരെ പ്രമുഖ വ്യക്തികൾ പറയുന്നത്, ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇത് കേരളമാണ്, ഹിന്ദുക്കളുടെ സംഘടന ഇവിടെ നടക്കില്ല, അന്ന് തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത കാലത്ത് നടന്ന തിരുനാവായിൽ ആ ഒരു കുംഭമേള സമ്മേളനത്തിൽ ഒത്തുകൂടി ജനസമൂഹത്തിൻ്റെ ശക്തി, അനുശാസനബദ്ധമായിട്ടുള്ള സമൂഹം, ഇതെല്ലാം കാണുമ്പോൾ ആ ഹിന്ദു സമാജത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസം, ഉണർവ്, അതനുസരിച്ചുള്ള ആ ഒരു ദേശീയതയോടൊപ്പം ചേർന്ന് പോകാനുള്ള മനോഭാവം, ഇതെല്ലാം വലിയൊരു ആത്മസംതൃപ്തി തരുന്നു എന്നുള്ളതാണ് ലാഭകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും 68 വർഷത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോൾ സമാജ സംഘടന എന്നുള്ളത്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ ഒരു ദേശീയതയായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇതര മനസ്കരുമായിട്ട് സഹിഷ്ണുതാപൂർവ്വം അവരുമായിട്ട് വെല്ലുവിളിയോ അല്ലെങ്കിൽ ആരെങ്കിലും സംഘം അത്തരത്തിൽ പ്രതിയോഗികളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടോ? സംഘത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഹിന്ദു സമാജം എന്ന് ചിന്തിക്കുന്നത് ഏതെങ്കിലും ആരാധനയോ ജാതിയോ വർഗോ വർണ്ണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഭാരതത്തെ സ്വന്തം അമ്മയായിട്ട് കാണുകയും ഈ ഭാരതത്തിലെ പൂർവികരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ എൻ്റെ പൂർവികരാണ് എന്ന് അഭിമാനിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ഹിന്ദുക്കളാണ്. ഇതാണ് സംഘത്തിൻ്റെ ആരംഭം മുതലുള്ള പ്രവർത്തനം. അവിടെ സംഘർഷത്തിന് സാധ്യതയില്ല. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് നമ്മുടെ സർസംഘചാലക് മോഹൻജി ഭാഗവത് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഹിന്ദു മുസൽമാന്മാരെല്ലാവരും പുറത്തു പോകണമെന്ന് പറയണമെങ്കിൽ അയാൾ ഹിന്ദു അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സംഘത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സിദ്ധാന്തം ഇതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വളർച്ചയെ ഏറ്റവും അപകടകരമായിട്ട് കാണുകയും സംഘത്തിൻ്റെ വളർച്ച ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ മതേതരവാദികൾ എന്ന് പറയുന്ന ആൾക്കാരും സദാസർവദാ ഹിന്ദു സമാജത്തിൻ്റെ സംഘാടനം അവരുടെ മതത്തിനെതിരാണ് എന്ന് വളരെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ കയ്യിലായിരുന്നു ആ കാലഘട്ടത്തിൽ മൈക്ക്, എല്ലാ പ്രചരണ പരിപാടികളും അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ കാര്യമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് ഒരു കാര്യം ശരിയാണ്, ഹിന്ദു സമൂഹം ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ക്രിസ്ത്യൻ ശക്തികളെ എതിർത്തിട്ടില്ല. പക്ഷെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പാവപ്പെട്ട ആൾക്കാരെ മതപരിവർത്തനം ചെയ്തെടുക്കാനും 1921 മാപ്പിളകൾ നടന്ന പോലെ അദ്ദേഹത്തിൽ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയ സമയത്ത് അതിനെ ചെറുക്കാനും അതിനെ വിമർശിക്കാനും അതിന് വിധേയരായിട്ടുള്ള ഹിന്ദു സമുദായത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ സംഘം ഏർപ്പെട്ടിട്ടുണ്ട്. അത് മുസ്ലിം ക്രിസ്ത്യൻ മതത്തോടുള്ള വിരോധമില്ല,
വിരോധമല്ല. നേരെ മറിച്ച് അവരുടെ എൻ്റേത് മാത്രം ശരി, ബാക്കിയുള്ളവരെ നശിപ്പിക്കണം എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെ തങ്ങളിൽ കൂടി എടുത്താലേ ഈ അവർക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിന് തയ്യാറാക്കിയിട്ട് ആ കാര്യങ്ങളോട് നമ്മൾ എതിർക്കുന്നുണ്ട്. മതപരമായിട്ട് ഏത് ആരാധനയും ഏകം സത് വിപ്ര ബഹുധാ വദന്തി, സത്യമായിട്ടുള്ള ഒന്നാണ്. പലതരത്തിലും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആരാധന നടത്തുന്നു. ഇതാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന വിശ്വാസം. അതുകൊണ്ട് നമ്മളൊരു മതത്തിനും ഒരു ആരാധന രീതിക്ക് എതിരല്ല എന്നുള്ളതാണ് സത്യം. ഈ സംഘർഷങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം സേതുവേട്ടൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിട്ടുള്ള കണ്ണൂർ സംഘർഷങ്ങളുടെ പേരിലായിരിക്കും. ഏകദേശം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന സേതുവേട്ടൻ കേരളത്തിൻ്റെ മുഴുവൻ ചുമതലയിൽ, സംഘത്തിൻ്റെ മുഴുവൻ ചുമതലയിൽ ഇരുന്ന കാലം കൂടിയായിരുന്നു. ആ സംഘർഷ കാലാവസ്ഥയിൽ നിന്ന് സംഘത്തിനെ സേവന മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു പ്രായോഗിക സമീപനം സേതുവേട്ടൻ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് സംഘത്തിൻ്റെ പല ചുമതലപ്പെട്ട ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഒരു വശത്ത് സംഘർഷം, ഒരു വശത്ത് സേവനം, ഇതിനെങ്ങനെയാണ് സേതുവേട്ടന് കണ്ണി ചേർക്കാൻ പറ്റിയത്? സംഘത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചോളം ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് സംഘപ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അടിസ്ഥാന വിശ്വാസം. സംഘർഷം സംഘത്തിൻ്റെ സ്വഭാവമല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘത്തിൻ്റെ പ്രവർത്തനം വളരുന്ന സമയത്ത് മാർക്സിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ ആ ഒരു അസഹിഷ്ണുതാ മനോഭാവം ബാക്കിയുള്ള സംഘടനകളെ വളരാൻ സമ്മതിക്കാത്തതാണ്. ഒറ്റ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. പാനുണ്ട ചന്ദ്രൻ എന്ന് പറയായിട്ടുള്ളൊരു വിദ്യാർത്ഥി കോളേജിൽ വെച്ച് സംഘത്തിൻ്റെ സ്വയംസേവകനായി. അതനുസരിച്ച് സ്വാഭാവികമായിട്ട് അയാൾ കോളേജ് പ്രവർത്തകരുടെ നിന്ന് അയാൾ നാട്ടിൽ ശാഖ തുടങ്ങി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സ്ഥലമായിരുന്നു പാനുണ്ട. ഈ ചന്ദ്രൻ്റെ അച്ഛൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തൊഴിലാളി സംഘടന പ്രവർത്തനം കൂടിയായിരുന്നു. മാർക്സിസ്റ്റുകാർ അച്ഛനോട് പറഞ്ഞു അവന് സംഘത്തിന് പോകുന്നവർ. അച്ഛൻ പറഞ്ഞു അയാൾ മുതിർന്ന ആളാണ്, അയാളുടെ കൂട്ടുകാരുണ്ട്, അയാൾ പ്രവർത്തിക്കുന്നു, അയാളുടെ കാര്യം ഞാനിങ്ങനെ നിയന്ത്രിക്കുക. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ ആ അച്ഛൻ്റെ മകനെ സംഘസ്ഥാനിൽ കയറി ആക്രമിച്ച് കൊല ചെയ്തു. ആദ്യത്തെ അതിന് മുമ്പ് നടന്നുണ്ട്. പിണറായി വിജയൻ അയാൾ അവിടുത്തെ പ്രവർത്തിക്കുന്ന സമയത്ത് ആദ്യത്തെ കാലത്ത് ഇതിനു മുന്നിൽ 1959 നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഒരാളെ കൊല ചെയ്തിട്ട് ആ കേസിൽ പ്രതിയായിരുന്നു. ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് ഈ പിണറായി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിൻ്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. ഈ വ്യാപകമായ അക്രമം കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു. കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ആ സമയത്തൊരു കാര്യമുണ്ടായിരുന്നു. കാരണം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി കേരള വ്യാപകമായിട്ട് വർഗീയതാ വിരുദ്ധ പ്രചരണം എന്നുള്ള നിലയ്ക്ക് പരിപാടികൾ നടത്തി. ആ പരിപാടികളുടെ സ്പീച്ച് RSകാരെ കണ്ടാൽ പേപ്പട്ടി തല്ലിക്കൊല്ലുന്നതിൽ തല്ലിക്കൊല്ലണം എന്നിവരെ പരസ്യമായിട്ട് പ്രസംഗിച്ചുള്ള യോഗങ്ങളായിരുന്നു. അത് അണികളെ കാര്യമായിട്ട് പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ആ വികാരം അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ വരുമ്പോൾ ഏതൊരു തരം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചില സ്ഥലത്ത് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് ഞാൻ അന്ന് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് കണ്ണൂർ അടക്കമുള്ള വിഭാഗത്തിൻ്റെ പ്രചാരക്കായിരുന്നു. മിക്കവാറും ഏതെങ്കിലും ദിവസം പോയി ഒന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതിൽ ഫോൺ വരും, ആരെ കൊല ചെയ്തു, ആക്രമണം നടന്നു, അയാൾ ഹോസ്പിറ്റലാണ്, നമുക്ക് പോകേണ്ടി വരും. ഈ ഒരു പരിതസ്ഥിതിയിൽ പോലീസിനോട് പോയി പറഞ്ഞാൽ പോലീസ് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവിടെ സാക്ഷിയെ പോലും കിട്ടില്ല, ദയവ് നിങ്ങളുടെ പ്രവർത്തനം നിർത്തും പിന്മാറിയാൽ മതി. ഇതായിരുന്നു പോലീസിനുള്ള മറുപടി. കുമാരസ്വാമി എന്നുള്ളൊരു പോലീസുകാരൻ മാർക്സിസ്റ്റുകാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾ, അയാൾ DGP ആയിരുന്നു അവിടുത്തെ. അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച കത്ത് രാവിലെ ഞാൻ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് എത്ര RSകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിൽ നിലനിൽക്കണമെങ്കിൽ ചെറുക്കാൻ നിവൃത്തിയില്ല എന്നുള്ള കാര്യമുണ്ട്. ആ സമയത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ അക്രമം നൽകുന്ന സ്വഭാവമല്ലാത്ത കാരണം പല സന്ദർഭത്തിലും നമ്മുടെ സ്വയംസേവരെ കാര്യമായിട്ട് ശാന്തമാക്കാൻ വളരെ വളരെ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. അതായത് ഇടയ്ക്ക് ഭാസ്കര മാഷ്ടർ മകൻ ശ്രീജിത്ത്, ഇപ്പം അക്കാദമി അവാർഡ് കിട്ടിയ ശ്രീജിത്ത് മൂത്തയെടുത്ത് ഒരു തവണ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ എഴുതിയായിട്ട് കണ്ട് സ്വന്തം അച്ഛനെ കൊലപാതകം ചെയ്ത മാർക്സിസ്റ്റുകാരോട് പ്രതികാരം തീർക്കാൻ മനസ്സിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് സേതുവേട്ടനാണ് അതിനെ ശമിപ്പിച്ചിട്ട് ക്രിയാത്മകമായിട്ട് സംഘർഷത്തിലേക്ക് പോവാതെ മാറ്റിവിട്ടതെന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് കണ്ട്. ശ്രീജിത്തിന് പരിചയമുണ്ട്? നല്ല പോലെ ആ വീഡിയോയുടെ നല്ല പരിചയമുണ്ട്. ഇതായിരുന്നു നമ്മുടെ മിക്കവാറും സ്വയംസേവയുടെ വികാരം. ആ സമയത്ത് നമ്മുടെ സംഘത്തിൻ്റെ അധികാരികളും മാന്യ മാധവിജി എല്ലാവരും തന്നെ
അവർ നമ്മുടെ സ്വയം സേവകരുടെ ബൈഠക്കിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഒരാളെ കൊന്നു, അതിൻ്റെ പേരിൽ ഒരാളെ കൊന്നതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അവർ ഉപകരണങ്ങളാണ് പാർട്ടിയുടെ, ആ പാർട്ടിയാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഉപകരണം എന്ന് എത്തിച്ചിട്ട് വിശേഷമില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് കമ്മ്യൂണിസം എന്നുള്ളൊരു സിദ്ധാന്തം ജനഹൃദയങ്ങളിൽ നിന്ന് പോകണം. ഇപ്പം എന്താ അവസ്ഥ? ഇത് വന്നു തുടങ്ങിയിരിക്കുന്നു. എന്താണ് അടയാളം? ഞാൻ പറയും, ഇപ്പം ഇന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള പ്രവർത്തകർ. ഇപ്പോൾ ഞാൻ വേറൊന്നും പറയണ്ട, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ ഉദാഹരണം ഉണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ നേതൃത്വത്തിൽ അവർ നടത്തുന്ന അഴിമതിയെ കൊടുക്കുമ്പോൾ പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ പുറത്തു പോകുന്നുള്ള സാഹചര്യം വരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു ഏകാധിപത്യ പ്രവണത, സെൽഭരണം, അവരുടെ ഹിന്ദു വിരുദ്ധ സമീപനം, ഈ വക കാര്യങ്ങൾ കൊണ്ട് വലിയൊരു വിഭാഗം ആൾക്കാർ, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാരായിട്ട് വന്നിട്ടുണ്ട്. അതിലുദാഹരണമാണ് സദാനന്ദ മാഷ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ SFIയുടെ വർക്കറായിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മുടെ അവിടെ ഒരു രക്ഷാബന്ധം നടത്തിയ സമയത്ത് മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹം സംഘത്തിനോട് അനുഭവമായിട്ട് വന്നിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടാൽ, ഞാൻ സാധാരണ കാര്യകർത്താക്കന്മാരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ പരിചയപ്പെടുപ്പിച്ചിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റായിരുന്നു, സംഘത്തെ ഭയങ്കരമായിട്ട് എതിർത്തുന്നു, അങ്ങനെ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം ആൾക്കാർ കയ്യേറുന്നു. അതിന് പിന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്ന ആൾക്കാർ SF മറ്റേ KSU കുറച്ചില്ല, അപൂർവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും സഹായിക്കുന്ന പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മൾ കാര്യമായിട്ട് സഹായിക്കുന്നത് എന്ന് ഞാൻ തമാശക്കാരോട് പറയാറുണ്ട്. ഈ ഹിന്ദു ഇതര വിഭാഗങ്ങളിൽ നിന്നൊക്കെ സ്വയംസേവകർ ധാരാളം ഈ കാലയളവിലുണ്ടോ, അതോ പണ്ട് കാലം മുതലേ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് അത്ര വലിയ കാര്യമായിട്ടുള്ള നിലയ്ക്ക്, കാരണം നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിട്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒട്ടനവധി ആൾക്കാർ, ഇപ്പോൾ മാത്യു സാർ കോഴിക്കോടുണ്ട്, കോട്ടയത്ത്, അതേപോലെ ധാരാളം ആൾക്കാർ സംഘത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സംഘത്തിൻ്റെ കൂടെ ജയിലുണ്ടായിരുന്ന ആ സമയത്ത് ജമാഅത്തെ ആൾക്കാർ, അവർ സംഘത്തിൻ്റെ ആൾക്കാരെ ആ സമയത്ത് അറിയുന്നു. പക്ഷേ മതപരമായിട്ടുള്ള താല്പര്യം കൊണ്ടൊക്കെ അവർ എതിർത്തുണ്ടാകാം. പക്ഷേ അനവധി ആൾക്കാർക്ക് സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ആദ്യം തിരുനാവായയിൽ ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ച സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് അടക്കം ശക്തമായിട്ട് എതിർത്തിരുന്നു. പക്ഷേ ഈ ഒരു അന്തരീക്ഷം വന്നപ്പോൾ അവിടെ ഒരു മുസ്ലിം വെള്ളക്കാരൻ, അയാളുടെ ബോട്ട് പൂർണ്ണമായിട്ടും ഈ നദി അക്കരയ്ക്കരും കൊണ്ടുവന്നിട്ടുള്ള കൊടുക്കുന്നു. അയാൾക്ക് എനിക്ക് പൈസ വേണ്ട, ഞാൻ ആവശ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ സഹകരണം വേണം. അനവധി ആൾക്കാർ, ഇപ്പം നമുക്ക് ധാരാളം ഈ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം അന്വേഷിച്ചു. ഒരു മുസ്ലിം പറഞ്ഞു, നിങ്ങളെടുത്തോളൂ. ബാക്കി പല വീട്ടുകാരും ആ ഒരു കാറിന് പൈസ വാങ്ങിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ധാരാളം ആൾക്കാർ ഇതിനോട് സഹകരിക്കാനുള്ള മനസ്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു പോകുമ്പോൾ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന് ആരും എതിരാളികളോ പ്രതിയോഗികളോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അപ്പോൾ സംഘത്തിന് പുറത്ത് ഉള്ള പൊതുസമൂഹത്തിലെ പല രാഷ്ട്രീയ മത സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും സംഘം ഒരു പ്രതിയോഗി സ്ഥാനത്തുണ്ടാവുന്നു. സംഘത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ ആ തരത്തിൽ പ്രതിയോഗികളുണ്ടോ? സംഘത്തിന് പ്രതിയോഗികൾ ആരുമില്ല. സംഘം എല്ലാവരും നമ്മുടെ സ്വന്തം സഹോദരൻ. ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർ ജി ആദ്യം മുതലേ പറഞ്ഞിരുന്നു, നമുക്ക് ശത്രുക്കളില്ല, രണ്ട് കൂട്ടം ആൾക്കാരാണ്. ഒന്ന്, ഇന്ന് സംഘത്തിൽ നിന്നുള്ള ആൾക്കാർ, നാളെ സംഘത്തിൽ വരാനുള്ള ആൾക്കാർ. ഈ കാഴ്ചപ്പാടാണ് നമ്മൾ സ്വയംസേവകർക്ക് കൊടുക്കുന്നത്. സംഘത്തിൽ വരണമെങ്കിൽ എന്തുപേക്ഷിച്ച് വരണം? അവരവരെ വിശ്വാസങ്ങളും ധർമ്മങ്ങളും ഉപേക്ഷിച്ച് വരണമെന്നുണ്ടോ? യാതൊരു വ്യത്യാസമില്ല. ഒരു മുസ്ലിം പാരമ്പര്യത്തിൽ, ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അവരെ വിശ്വാസങ്ങളോട് കൂടി സംഘമായിട്ട് ചേർന്ന് പോകാനുള്ള സാധ്യത. വിശ്വാസം എന്നുള്ളതിൽ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം എൻ്റേത് മാത്രം ശരി, എൻ്റേതല്ലാത്ത ആൾക്കാരെ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കി നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതൊരു വിശ്വാസമാണ്. അല്ല, ഞാൻ ചോദിച്ചു, മതം അനുഷ്ഠിക്കുന്ന, ഇസ്ലാം അനുഷ്ഠിക്കുന്ന, ക്രിസ്ത്യൻ മതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് സംഘമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. ധാരാളം ആൾക്കാർ വരുന്നുണ്ടല്ലോ സംഘത്തിൽ. അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്വയംസേവകനാകുന്നതിലും മതം അല്ലെങ്കിൽ അവനവൻ അനുഷ്ഠിക്കുന്ന വിശ്വാസം, ധർമ്മം ഒരു തടസ്സമല്ല. അത് നമ്മൾ ഒരിക്കലും തടസ്സപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്ക് നമ്മുടെ സംഘത്തിൽ അനവധി നമ്മളങ്ങനെ എത്ര ക്രിസ്ത്യാനിയുടെ മുസ്ലിം കണക്കെടുക്കാറില്ല. ഏത് നായരാണോ ഈഴവനാണോ നോക്കാറില്ല. സംഘത്തിൻ്റെ ശാഖയിൽ എല്ലാവരും പോകും, നമ്മളെല്ലാം ഒന്നാണ്.
അതുകൊണ്ട് മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രത്യേക തരത്തിലുള്ള കണക്കോ നമ്മൾ ഇങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ എല്ലാവരും വരാറുണ്ട്, ശാഖയിൽ പങ്കെടുക്കാറുണ്ട്. സ്വയം സേവകർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നമുക്ക് ആ തരത്തിലുള്ള വിരോധമില്ല. മതത്തിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന ചില അസൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ അവർ വരാനോ വരാതിരിക്കാനോ സാധ്യതയുണ്ട്. നമുക്ക് പ്രശ്നമില്ല. ഈ സംഘർഷങ്ങളായിട്ട് ചേർത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഈ സേവാഭാരതി എന്നുള്ളത് ആളുകൾ കേട്ടു തുടങ്ങുന്നത് ഒരുപക്ഷെ ഈ സേതുവേട്ടൻ്റെയൊക്കെ ആ കാലത്ത് ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് സേവാ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ഇപ്പോൾ ഒരുപാട് ഇപ്പം കടലുണ്ടി ദുരന്തമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ക്ഷോഭങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ, അന്നദാനങ്ങൾ, ഒത്തിരി ആ സേവാ മേഖലകളിലേക്ക് സംഘത്തിൻ്റെ ഒരു ഊർജം വഴിതിരിച്ചു വിടുന്നത് വഴി അത് സംഘത്തിൻ്റെ പ്രവർത്തന വ്യാപനത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ? സംഘത്തിൻ്റെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളാൽ ഉണ്ടാകുന്ന മാറ്റമല്ല. ഒരു സാധാരണ ഒരു മുട്ട് വിരിഞ്ഞ് പുഷ്പം വികസിച്ച് വരുന്ന പോലെ സംഘത്തിൻ്റെ സ്വാഭാവികമായ വികസന പരിണാമങ്ങളാണ് ഇതെല്ലാം. ഈ സേവനം എന്നുള്ളത് പെട്ടെന്ന് ആരംഭിച്ച സംഗതിയല്ല. ഡോക്ടർ ജിയുടെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ജി സംഘം തുടങ്ങി 2-3 വർഷമായപ്പോഴേക്കും അവിടെ രാംടേക്ക് എന്നുള്ള സ്ഥലത്ത് അമ്പലത്തിൽ ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവത്തിൽ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടം, മറ്റു പലരും ഇതിനിടയ്ക്ക് ചൂഷണം ചെയ്യുക, കച്ചവടം ചെയ്യുക, ഈ തരത്തിലുള്ള കാര്യം നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ജി ഒരു സെറ്റ് യുവാക്കന്മാരായിട്ട് അവിടെ പോയി ആൾക്കാരിൽ ലയം നിർത്തുക, കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ നടത്തുക, ചൂഷണം ചെയ്യാൻ ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്തു. 1947 ഭാരത വിഭജനം നടന്ന സമയത്ത് സംഘത്തിൻ്റെ പൂജനീയ ഗുരുജി പറഞ്ഞു, യാതൊരു രക്ഷയില്ലാതെ അവിടെ കഴിഞ്ഞു നിന്ന് ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാനും സുരക്ഷിതമായിട്ട് ഭാരതത്തിൻ്റെ അതിൽ കൊണ്ടുവരാൻ സംഘ സ്വയംസേവകർ പ്രവർത്തിക്കണം. ആ രീതിയിൽ നമ്മുടെ സംഘത്തിൻ്റെ സ്വയംസേവകർ ഏകദേശം ആ കാലഘട്ടത്തിൽ 5000-ഓളം സ്വയംസേവകരെ ജീവാഹുതി ചെയ്യേണ്ടി വന്നു അവിടെ ഇവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ. പക്ഷേ ലക്ഷാവധി സഹോദരന്മാരെ രക്ഷിക്കാനൊന്നും സാധിച്ചു. ഇതേപോലെ തന്നെ ഈ ആന്ധ്രയിൽ വെള്ളപ്പൊക്കം കാര്യങ്ങളുണ്ടായ സമയത്ത് നാച്ചുറലായിട്ട് നമ്മുടെ സ്വന്തം ആൾക്കാരെ രക്ഷിക്കാൻ സ്വയംസേവകരോട് ചാടി ഇറങ്ങും. സംഘത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വാമി വിവേകാനന്ദ മഠത്തിൽ നരസേവ നാരായണ സേവയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്രതം. നമുക്കെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ടല്ല. സർസംഘചാലക് അടുത്ത കാലത്ത് പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സംഘത്തിൽ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. അതാണ് നിങ്ങൾക്കും സംഘത്തിനും നല്ലത്. നിങ്ങൾക്കൊന്നും കിട്ടൂല, സംഘത്തിനും ഈ തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് സേവന മനോഭാവം എന്നുള്ളത് സംഘത്തിൻ്റെ സ്വയം. അതുകൊണ്ട് അതാത് സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുണ്ട്. പ്രത്യേകിച്ച് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിനൊരു പുതിയ മാനം വന്നു, സംഘത്തിൻ്റെ സ്വീകാര്യത വന്നു. ആ സമയത്ത് അന്നത്തെ സർസംഘചാലക് പ്രത്യേകിച്ച് നമ്മുടെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്, വനപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സേവനമായിട്ട് ഇറങ്ങിച്ചേരണം. അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, ഈ വക കാര്യം നോക്കാൻ നമ്മുടെ സ്വയംസേവകർ പ്രത്യേകം ഈ സ്ഥലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സേവാഭാരതി കാര്യങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. ആപത്ത് ഘട്ടങ്ങളിൽ പോയി ഇറങ്ങാൻ എന്നുള്ളത് സംഘത്തിൻ്റെ സഹജമായ സ്വഭാവമാണ്. ബാക്കിയുള്ള ഈ സംഘശാഖയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് അവരങ്ങനെ ആ സമയത്ത് ഉപയോഗിക്കുന്നു, ആരുടെയും നിർദ്ദേശമൊന്നും ഇല്ലാതെ തന്നെ. എന്താണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഒരു സമ്പർക്കമാണോ അല്ലെങ്കിൽ കൃത്യമായൊരു സിലബസ് ഉണ്ടോ അതിന്? ട്രെയിനിങ് എന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 1 മണിക്കൂർ നമ്മുടെ സ്വയംസേവകരെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത് ഏത് കാര്യത്തിലും ആര് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴും എനിക്കെന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഡോക്ടർ ജി നമ്മളെ പഠിപ്പിച്ചത് എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കരുത്, എനിക്കെൻ്റെ നാടിന് എന്ത് കൊടുക്കാൻ സാധിക്കും ചിന്തിക്കണം. അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്ന സിദ്ധാന്തത്തോട് സാധ്യമല്ല. ഇവിടെ നിത്യജീവിതത്തിൽ അത് സ്വഭാവമായിട്ട് വരണം. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കേണ്ട 1 മണിക്കൂർ സമയമാണ്. അത് ശാഖയിൽ വരിക. ആ 1 മണിക്കൂർ ശാഖാ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് നാട്ടിൽ നടക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം സ്വയം സേവകരുടെ ശാരീരികം, മാനസികം, ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള കാര്യങ്ങൾ ശാഖയുണ്ട്. വികാസം, ആ പരിശീലനമുണ്ട് അവർക്ക്. ആ ശാരീരികമായിട്ടുള്ള വികാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വ്യായാമ കാര്യങ്ങളുണ്ട്, കളികളുണ്ട്. അതുകൂടാതെ ഇന്നത്തെ കളരി സമ്പത്തായിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഈ വക കാര്യങ്ങളാണ് ഒന്ന്.
ഇടക്ക് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് CPM മുദ്രാവാക്യങ്ങളായിട്ട് 6 അടി മുളവടി കുറുവടി ഏന്തി അന്തിക്കമ്പല മുറ്റത്ത് ആരോടാണ് ഈ അഭ്യാസം കേട്ടിട്ടുണ്ടാവും. 6 അടി കുറുവടി മുളവടി എന്തും കാപാലികരെ നിങ്ങൾ ഞങ്ങളെ കണ്ടോളാം എന്നാണ് വേറൊരു മറുപടി അതായിരുന്നോ? അല്ലല്ല, അവരുടെ ചോദ്യം അതായിരുന്നു. അതായിരുന്നോ? ഓ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശരിക്കും 6 അടി മുളവടി കുറുവടി കൊണ്ടുള്ള ഒരു അഭ്യാസം ശത്രുക്കളെ നേരിടാനുള്ള അഭ്യാസമാണോ അത്? ശത്രുക്കളെ നേരിടാനല്ല. കളരിയിൽ നമ്മൾ കളരി പഠിക്കുന്നു, അത് ശത്രുക്കളെ നേരിടാനാണോ? ആയോധന കല സ്വയം സിദ്ധമാണ്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ശക്തരാകുക, ശക്തിയുള്ള ശരീരത്തിലെ ശക്തിയുള്ള മനസ്സുണ്ടാവൂ എന്നൊക്കെയാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ശാഖയിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നല്ല, നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സ്വന്തം ജീവിതത്തിൻ്റെ സർവസ്വം അർപ്പിക്കാൻ തയ്യാറാകണം എന്ന് മനസ്സിനെയും ശരീരത്തിനെയും തയ്യാറാക്കാനും നിയന്ത്രണം ഉണ്ടാക്കാനും പറ്റിയ പരിപാടികൾ ശാഖയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ വ്യക്തികളെ വളർത്തിയെടുക്കുക, ഇതാണ് സംഘത്തിൻ്റെ ട്രെയിനിങ്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു സംഘർഷ കാലാവസ്ഥ കുറഞ്ഞു വന്നിട്ടുണ്ടോ? സമാജം സംഘടിച്ചുകൊണ്ടാണോ? അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രപരമായി ദുർബലപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണോ സംഘർഷം? പ്രത്യയശാസ്ത്രപരമായി ദുർബലപ്പെട്ട് മാത്രമല്ല, പണ്ടത്തെ പോലെ മാർക്സിസ്റ്റുകാർ പറഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് കൊലപാതകത്തിന് ആക്രമണത്തിനുള്ള അണികളും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല, പക്ഷേ അവർ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അണികളെ ഇപ്പോൾ അവരുടെ കയ്യിൽ അത്ര അധികമില്ല എന്നുള്ളതാണ് കാരണം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുക. അതൊരു കൊച്ചു കുസൃതിയുള്ള ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദത്തോപാന്ത് ഠേങ്കർജി ചൂണ്ടിയ ആളാണ് സേതുവേട്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് കൈ ചൂണ്ടിയിട്ട് 1 വയസ്സായപ്പോൾ ഇവനെ നമുക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ, അത് ശരിയാണോ? അതെന്താ ശരിയെന്ന് എനിക്കറിയില്ല, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീട്ടിൽ ദത്ത അന്ന് ശാഖ തുടങ്ങിയ സമയത്ത് അച്ഛനും സ്വയം സേവകമായിരുന്നു. അതുകൊണ്ട് തേങ്കടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 42 ജനിച്ചു, 41-ലാണ് തേങ്കടിജി അവിടെ വന്നത്. അന്നപ്പോൾ എന്നെ കയ്യിൽ എടുത്തു, ഇവൻ സംഘത്തിനുള്ളവനാണ് എന്ന് തേങ്കടിജി പറഞ്ഞെന്നും അങ്ങനെ ആയിക്കോട്ടെ സന്തോഷമേ ഉള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് വളരെയധികം സന്തോഷം സേതുവേട്ടാ. കുറച്ചു നേരം കൂടെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റി. സന്തോഷം. നമസ്തേ.